ഞായറാഴ്ച ഇട്ടുണ്ടല്ല നിങ്ങൾക്ക് കിടന്ന് ചിരിക്കാനുള്ള ഒരു വക ഞാൻ കാണിച്ചു തരാം. ബാറ്റിൽ ഓഫ് ഗൈവാൻ എന്നുള്ള സൽമാൻ്റെ പുതിയ ചിത്രത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ കണ്ടിട്ട് ചിരിച്ച മണ്ണപ്പിയാണ്. ലോക അപരാധമായിട്ട് തോന്നിയിട്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. പക്ഷേ ഇത് ഒന്ന് കണ്ടു നോക്ക്. അടുത്ത മീൻ മെറ്റീരിയൽ ആവാനുള്ള സാധനമായിട്ട് ബൈജാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങൾക്ക് എന്താ വയ്യെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അമ്മാതിരി ഇഷ്ടമുള്ള നടനെ, പക്ഷെ ഇങ്ങനെ ഇപ്പം കാണിച്ചു വിടുന്നുണ്ടല്ലോ ലോക പ്രോ ലെവൽ അപരാധ സാധനങ്ങളാണ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇന്ന് ചിരിച്ച് മരിക്കാനുള്ള വക ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ഈ പാട്ട് മൊത്തത്തിൽ നിങ്ങൾ കാണണം. മ്യൂസിക് ബൈ ഹിമേഷ് രേഷമ്യ. 10 കൊല്ലം മുന്നേ പോലും ഈ പാട്ട് ഇവിടെ നിന്നിട്ടുണ്ടല്ലോ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞു പോകും നിങ്ങൾ ചിലപ്പോൾ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അമ്മാതിരി ഒരു ദുരന്ത പാട്ട് പാടിയേക്കണ അർജിത്തും ശ്രേയൊക്കെ. പക്ഷെ ശരിക്കും പിന്നെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ശരിക്കും ഇത് വല്ല 10-15 കൊല്ലം മുന്നേ ഇറങ്ങിയ പാട്ടാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സാധനം കേട്ടാ. അതിലുള്ള വിഷ്വൽസ് അതിലും കോമഡി, ഇഹലോക കോമഡി പീസ് ലെവല് ഒരു ആക്ടിങ് കൊണ്ട് വന്നിരിക്കുകയാണ് ബൈജാൻ. നിങ്ങൾ ഒരു സാധനം കാണിച്ചാൽ കണ്ടു വയ്ക്കോ. ഇത് കോപ്പിറൈറ്റ് കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ചിരിച്ച് മണ്ണ് വെപ്പാനുള്ള വകയുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോട്ടാ. ഈ പാട്ടിനകത്തുള്ള സീനാണ്. പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഇത് നോക്കിക്കോട്ടെ, സീൻ കണ്ടോട്ടാ. അത് കണ്ടായിരുന്നോ നിങ്ങള്? ശരിയാ മോനെ, ഇത് നോക്കിക്കോട്ടെ. ഇത് നോക്കിയേ, എന്റെ മോനെ ഇതൊന്നും ഒന്നുമല്ല. ഇതിന്റെ അപ്പുറമാണ് ഇതിനകത്ത്. ഇത് നോക്കിക്കോട്ടെ. ഇങ്ങനെ എന്തൊക്കെയാണെന്ന് കാണിക്കണം. നോക്കിയത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് മാത്രമല്ല, ഈ പാട്ട് നിങ്ങൾ വോളിയം വെച്ചിട്ട് കേട്ടോക്ക്. ലിപ്സിംഗ് ഒരു സ്ഥലത്തും പാട്ട് വേറെ ഒഴിക്കും പോവാണ്. അതുപോലെ ഇതിനകത്ത് കുറേ ഉണ്ട്. എടേ ഞാനിത് കണ്ടിട്ട് ചിരിച്ച് ചിത്രാംഗതയ്ക്ക് എന്തോ ഒരു അപാകത ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത് പ്രായതിൻ്റെ ഒന്നും പോട്ടെ, അത് വെക്കാം. അതൊക്കെ ഇവിടെ ഇതിനകത്ത് കുറച്ച് സീൻസ് ഉണ്ട്. എൻ്റെ പൊന്നളിയാ ചിരിച്ചിട്ടുണ്ടല്ലേ ചാകും. ഇതിവിടെ ഒരു സീനുണ്ട്. ഇത് നിങ്ങൾ കണ്ടു നോക്കണം. വേറെ സാധനം കഴിച്ചുതരാം. ഇവിടെ ഒരു സാധനം ഉണ്ട്. എൻ്റെ പൊന്നളിയാ ചിരിച്ച് ചത്ത് ഞാൻ. ഇത് കണ്ടോയെ, അഭിനയിച്ച് പൊളിക്കണ ബൈജാൻ അഭിനയിച്ച്. മോനെ സന്തോഷ് പണ്ഡിറ്റ് വരെ ചിലപ്പോ ഇതെന്തോ ആടെന്നൊക്കെ ചോദിക്കും. ആ ലെവൽ സാധനം കണ്ടോണ്ടാ. എന്റെ പൊന്നോ, ഞാൻ ഞായറാഴ്ച ആയിട്ട് സത്യം പറയാ കിടന്ന് ചിരിച്ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ മോനെ അമ്മ അതിന് സാധനം കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ പാട്ട് തന്നെ ഈ പാട്ട് എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയാമോ? 2 മിനിറ്റ് 24 സെക്കൻഡും. 2 മിനിറ്റ് 24 സെക്കൻഡിൽ 2 മിനിറ്റും 23 സെക്കൻഡും ഞാനിത് ചിരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇത് കണ്ടിട്ട്. അയ്യോ, അതെ ഇതിനകത്തുള്ള എക്സ്പ്രഷനൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഇതെന്തുവാണ് ഇത്? ക്യാപ്ഷൻസ് ഒന്നും വേണ്ട. ഇങ്ങനെ ഇതിനകത്ത് എന്താ കാണിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അയ്യോ, ഇവിടെ വേറെന്തോ, ഇവിടെ VFX എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഇത് കാണിക്കണം കേട്ടോ. ഓൾറെഡി ഇതെന്തോ കട്ടൗട്ട് ചെയ്ത പോലെയൊക്കെയാണ് ഇരിക്കണം. എന്താണ്ടൊക്കെ ഒരു അപകടം ഉണ്ട്. അതിന് കൂടുതൽ കാട്ടാൻ കണ്ടോട്ടാ. ഇതിന്റെ അറ്റമൊക്കെ കിടന്ന് ഇവിടേക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. നിങ്ങൾ TV ഇട്ടത് കണ്ടു നോക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് പാട്ടാണ്. ഇത് ട്രെയിലറോ ടീസറോ ഇത് പാട്ടാണ്. പാട്ടിലെ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഈ പാട്ട് കണ്ടപ്പോൾ എനിക്ക് സൽമാൻ അങ്ങോട്ട് ഒരു സെല്യൂട്ട് എടുക്കാനാണ് തോന്നിയത്. എന്തോ ആടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ അമ്മാതിരി കുറെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് പുള്ളി ഇടുന്ന എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് എന്താണിത് എന്നുള്ള. പിന്നെ ഒരു സാധനമുണ്ട്. ഞാൻ എൻ്റെ ഒരു 10 കൊല്ലത്തിൽ ഞാൻ ഹിന്ദി സീരിയലിൽ പോലും കാണാത്ത ലെവല് ഒരു എഡിറ്റിംഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ. അത് നോക്കിക്കോ. നോക്കിയോ. ഇന്ത്യയുടെ രൂപത്തിൽ പട്ടാളക്കാരെല്ലാവരും കൂടി ഇന്ത്യയുടെ മറ്റേ എന്താ പറയുക, അതിന് മാപ്പിന്റെ ഷേപ്പിൽ ഇരിക്കണേണ്ട. മാപ്പല്ല, എന്താണ് ഇന്ത്യയുടെ ഷേപ്പിൽ. നോക്കിയേ. ഇതിൻ്റെ ഇടയിൽ സൽമാൻ ഖാൻ എന്താ കാണിക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മ ഒന്നുമില്ലേ. പണ്ട് മറ്റേ കൽഹോനോ സിനിമയുടെ അകത്ത് മറ്റേ ഒരു പാട്ടല്ല, മറ്റേ മാഹീറെ, ആ സാധനത്തിനകത്ത് പാട്ടിന്റെ ഒപ്പത്തിലാണ് പ്രീതി സിന്ധ ആയാലും ഷാറുഖ് ഖാൻ ആയാലും ഇങ്ങനെ ചെയ്യണ കേട്ടാ. അത് സെയ്ഫ് അലി ഖാന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊന്ന് എടുത്ത് നോക്കിയോ. പാട്ട് വേറെ വഴിക്കും, സെയ്ഫ് അലി ഖാൻ വേറെ വഴിക്കുമാണ്. ആ ഒരു സാധനം പോലെയാണ് എനിക്കിത് വിളിക്കുന്നത്. ഇവരെല്ലാവരും മറ്റേ ജെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൽമാന്റെ കൺട്രോളൊക്കെ പോയിട്ട് സൽമാൻ ഓവറാക്കി നശിപ്പിച്ചേക്കാണ്. അതായത് ബാക്കിയുള്ളവരുടെ കൂടെ ഒന്നല്ല സൽമാന്റെ ജെവിയിലേക്ക് പോകണം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് അറിയാമോ? ഏതോ ഫാൻ മെയ്ഡ് സാധനം എന്ന് വിചാരിച്ചത്. ആ എഡിറ്റ് കണ്ടായിരുന്നോ നിങ്ങൾ?
എന്റെ പൊന്നോ, വൻ കോമഡി എഡിറ്റാണത്. നോക്കിയേ, പാട്ടിന്റെ ഇടയ്ക്കൂടെയുള്ള എഡിറ്റ് കണ്ടോ കേട്ടാ. അതെന്തായിരുന്നത്, എന്തായിരുന്നത്? എടി ഞാൻ കാര്യമായിട്ട് പറയണത്, നിങ്ങളിത് ഈ വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലും എനിക്ക് പുല്ല. ഞാൻ കാര്യമായിട്ട് പറയാം. കാരണം അമ്മാതിരി കോമഡി പീസാണ്. ഇത് എങ്ങനെയാണ് ഈ 2026 ഇതുപോലൊരു അപരാധം എടുക്കാനുള്ള ധൈര്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. ഇവർക്ക് എന്തിന്റെ ക്ഷീണമായിരുന്നു. സൽമാൻ ഖാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കത് വേറെ ഒരു പ്രൊഡ്യൂസറിനും ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല. ആരും എടുക്കാഞ്ഞുകൊണ്ട് സ്വയം പ്രൊഡ്യൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നോ, സമ്മതിക്കണം കേട്ടാ. ഇതൊക്കെ ആയിട്ട് വരുന്ന ഇങ്ങനെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണല്ലോ. കഴിഞ്ഞ കൊല്ലം AR മുരുകദാസ് കംബാക്ക് ആയിട്ട് വന്നിട്ട് അയാളെ ഗോ ബാക്ക് അടിപ്പിച്ച്. ഇത്തവണ ഇത് സ്വയം ഗോ ബാക്ക് അടിക്കുന്ന അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ എന്തിനുള്ള ഒരു പുറപ്പാടാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടണല്ലോ. വയ്യേ ഇങ്ങർക്ക്, എനിക്ക് അങ്ങനെ തോന്നുന്നു. വയ്യേ, സൽമാൻ വയ്യേ, എന്താണ് സംഭവം? ഇത്ര എഫേർട്ട് എടുക്കാതെ ഇമാതിരി അലസനായിട്ട് ഒരു സിനിമ അഭിനയിക്കേണ്ട ഒരു സൂപ്പർ സ്റ്റാർ എന്ത് മനുഷ്യനാണ് ഇത്? സത്യം പറയാല്ല, എന്തൊരു ഷോക്കോടെ. ആകെ കൊള്ളാന്ന് ഇതിനകത്ത് തുടക്കം കാണിക്കണ ഈ ലേലടാക്ക് പോർഷനൊക്കെ കാണിക്കണൊക്കെ എന്തോ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പാട്ടാണ് കോടി. എൻ്റെ പൊന്നെ, ഇന്ത്യൻ ഫ്ലാഗിനെയൊക്കെ അപമാനിക്കുകയാണല്ലോ. അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ഇത് ഡെഫിനറ്റ്ലി ഇത് എൻ്റെ മനസ്സിൽ ഇത് വേറെ ലെവൽ മീമാണ്. ഞാൻ ചെയ്തിട്ട് പോലും അതിനും ബെറ്റർ ആയിട്ടുണ്ട്. ഇത് എന്തോന്നാണ് ഇത്? എനിക്കതൊന്നുകൂടി കാണണം. എനിക്ക് എന്താണെന്നറിയില്ല, അത് കണ്ടിട്ട് ആ ഒരു എന്റെ പൊന്നളിയാ, എന്തുവാണ് ഇത്? എന്ത് സാധനമാണിത്? എനിക്ക് വേറെ ഒന്നും പറയല്ല, നിങ്ങൾ പോയി കണ്ടു നോക്കി. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കോപ്പിറൈറ്റ് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പൊന്നോ, ചിരിച്ച് ചാത്തി ഞാനിവിടെ. ചിരിച്ച് മണ്ണടിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നോ, ഇതുപോലെ ഐറ്റമായിട്ട് ഉണ്ടല്ലോ സൽമാന് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ പൊന്നോ, ബോളിവുഡ് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നല്ല പടം എടുത്തിട്ട് വരാൻ നോക്കുമ്പോഴേക്കും ഇങ്ങേര് ഇത് വലിച്ചു നിലത്തിടും എന്നുള്ള അവസ്ഥയാണ് ബോളിവുഡിലെ. കഷ്ടം തന്നെയാണ് ആ കഷ്ടം. ഇതിൻ്റെയൊക്കെ ക്ഷീണം മാറണമെന്നെങ്കിൽ എനിക്ക് എന്തല്ല ഇതിനാണ് കറക്റ്റ് മലങ്കൾട്ട് എന്ന് പറയുന്നത്. അത് ചിരിച്ച് മണ്ണ് പോകും മനുഷ്യൻ. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തകർക്കാം. ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. എനിക്കിത് ചിരിച്ച് ഞാൻ ഒരു വിധവും മിക്കവാറും തിയേറ്ററിൽ ചെന്ന് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. അയ്യോ, എനിക്ക് ആ എക്സ്പ്രഷനെ മനസ്സിലായി ഞാൻ. അയ്യോ, എന്തായാലും ഇങ്ങനെ സത്യം. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ എന്തോ ഹെയ്റ്ററാന്ന് ഒരു വിധത്തിലല്ല. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എനിക്ക് സൽമാനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സിനിമയാണ് നമ്മുടെ മുത്സേ ഷാദി കറോഗി, അതുപോലെ തേരെ നാം. ഈവൻ മിക്കവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പടമായിരുന്നു മറ്റേ സോദർദ് പാട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമയുടെ പേരെന്തായിരുന്നു? അതേ എനിക്ക് പെട്ടെന്ന് കിട്ടണമല്ല. എന്തായിരുന്നു ആ പടത്തിൻ്റെ പേര്? സോദർദ് ഹേ. പടത്തിൻ്റെ പേരെന്തായിരുന്നു? പ്രീതി സിന്ധയും അക്ഷയകുമാറൊക്കെയായിട്ടുള്ള പടം. പക്ഷെ പേര് കിട്ടണമല്ല. സോദർദ് ഇത് പടമായിരുന്നു. എനിവേസ് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അതുവരെ ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് ആ സോദർദും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് പടമാണത്. അതൊരു പ്രത്യേക പടമാണ്. അതുവരെ ഇഷ്ടപ്പെട്ട ഞാനാണ്. മൈ ഗോഡ്, എന്നെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിച്ചല്ല. എൻ്റെ പൊന്നെ ബൈജാൻ അണ്ണ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ല മുംബൈയിൽ വീട്ടിൽ വരെ പോയതാണ്. ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഇത് എന്ത് കാണിക്കണമെന്നുള്ളതാണ്. ഇതുപോലുള്ള പടമൊക്കെ ഇങ്ങനെ എന്ന് നിർത്തും ഇങ്ങനെ. ഇങ്ങനെ ഒരു കമ്പാക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അടുത്തൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഈ പോക്ക് പോയങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ വർഷം തോടുമ്പോഴേക്കും അഭിനയം മറന്നു പോകാന്നുണ്ട്. എൻ്റെ പൊന്നളയാ. എന്തായാലും കുറെ ചിരിച്ച്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത്. പാട്ടും കേട്ട് നോക്കണേ. ഹിമേഷ് രശ്മിയുടെ ഇത്തവണ ഹിമേഷ് രശ്മിക്ക് മൂക്കടപ്പ് മാത്രമല്ല മൈഗ്രെയിനും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ മുന്നളിയാ, വെറുതെ അർജീത്തിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അപമാനിച്ചു വിട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പാട്ട് കേൾക്കണം. 10 കൊല്ലം മുന്നേ കേട്ടാൽ പോലും 20 കൊല്ലം പഴക്കമുള്ള പാട്ടായിട്ട് തോന്നും. അങ്ങനത്തെ സാധനം. മാതൃഭൂമി ക്രിഞ്ച് എന്നൊക്കെ പറയാം. ക്രിഞ്ച് പാട്ട്. അസഹരിയോടെ. അപ്പം ശരി, പോട്ടെ. വേറെ ഏതെങ്കിലും ട്രെയിലർ കണ്ടേ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കിടന്ന് എനിക്ക് ഇത് ചിരിവിളികയായി മാറി. ഇപ്പം എനിക്ക് ആക്ച്വലി ഒന്നുകൂടി കാണാം. എനിക്ക് ഒന്നുകൂടി കണ്ടാലും എനിക്ക് സമാധാനമുള്ളൂ. അയ്യോ.
ഞാൻ പോട്ടെ, ശരി.